ഖല്ലി خلي അല്ലേ, ലെറ്റ് خليك ലെറ്റ് എന്ന് أنا നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ലെറ്റ് ഇറ്റ് ബി, ഖല്ലി വല്ലി അല്ലേ, ആ ലെറ്റ് ആണ് എന്ത്, ഖല്ലി. ഓക്കെ, സോ ലെറ്റ് മീ ഡു ഇറ്റ്. അപ്പൊ ഖല്ലിയുടെ കൂടെ ഖല്ലീനി എന്ന് പറഞ്ഞാൽ ലെറ്റ് മീ. ഓക്കെ, ലെറ്റ് മീ ആവുമ്പോ എന്താണ് പറയാ? ലിനി പറയൂ, ഖല്ലീനി, ഖല്ലീനി ഹല്ലിനി. അല്ലെ, ഞാൻ ചെയ്തോളാം ഒക്കെ നമ്മൾ പറയില്ലേ. സോ ഖല്ലീനി, അവിടെ ഖല്ലീനി യൂസ് ചെയ്യണം. ഇനി ലെറ്റ് ഹിം ആകുമ്പം ഖല്ലി ഹു എന്നാണ് വരിക. പറയുമ്പോൾ ഖല്ലി ഖല്ലി അല്ലേ, ലെറ്റ് ഹിം ഖല്ലി. ഇനി അവിടെയും അതാണ് ബേസ് അല്ലേ, ബേസ് വേർഡ്. ഖല്ലിയാണ് ബേസ് വേർഡ്. അതിന്റെ എൻഡിൽ നമ്മൾ അറ്റാച്ച്ഡ് പ്രൊനൗൺസ് പഠിച്ചില്ലേ, അത് അതേപോലെ ഉപയോഗിച്ചാൽ ഇപ്പൊ മതി നമ്മൾ അല്ലേ? വേർബിന്റെ എൻഡിൽ ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ഇസ്തറൈഹ, അവൾക്ക് ഞാൻ വാങ്ങി അല്ലേ, കാവും കീയും ഒക്കെ വരുന്ന ഇതല്ലേ. അതേപോലെ തന്നെ. അപ്പൊ ഓക്കെ ഓക്കെ. ഖല്ലി ഹു എന്നാണ് ഖല്ലി, ലെറ്റ് ഹിം. ഖല്ലി ഹ, ലെറ്റ് ഹർ. ഇനി ഖല്ലീക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റ് യു. ലെറ്റ് പെണ്ണിനോടാണ് ഖല്ലീക്കി അല്ലേ, ഫീമെയിൽ അല്ലേ, ഖല്ലീക്കി. ഇനി ലെറ്റ് യു ഓൾ ആകുമ്പോൾ എങ്ങനെ വരും, നിങ്ങളെല്ലാവരും ആകുമ്പോൾ ഹല്ലിക്കും. ഖല്ലിക്കും അല്ലേ, ലെറ്റ് അസ് ഖല്ലീന അല്ലേ. സോ ഖല്ലീനി, ലെറ്റ് മീ, ഖല്ലീന അല്ലെങ്കിൽ ഖൽന എന്ന് പറഞ്ഞാൽ ലെറ്റ് അസ്. ഓക്കെ, ഖൽന അല്ലെങ്കിൽ ഖല്ലീന. ഇനി ലെറ്റ് ആണെങ്കിൽ ഖല്ലീഹും. നല്ല എളുപ്പമാണ്. ഖല്ലിയുടെ കൂടെ ആ അറ്റാച്ച്ഡ് പ്രൊനൗൺസ് നമ്മൾ പഠിച്ചത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അവർ ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ ഒക്കെ പറയുകയാണെങ്കിൽ. ഇനി നോക്കൂ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഐഡിയ ടു യു. സോ എക്സ്പ്ലെയിൻ നമുക്കറിയില്ലല്ലേ, പുതിയ വേർഡാണ് അല്ലേ. അഷ്റഹാണ്, അഷ്റഹാണ് എന്ത്, എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ. സോ എക്സ്പ്ലെയിൻ യു, ഖല്ലി എന്താ, ഖല്ലീനി അഷ്റഹ് ലക് അല്ലേ. അഷ്റഹ് ലക് എന്താണ്, അൽ ഫിക്ര, ഫിക്രയാണ് ഐഡിയ അല്ലേ. എന്താണ് ഐഡിയ? ഫിക്ര. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അങ്ങനെ പറയും. ഐ ഡോണ്ട് ഹാവ് ഹിന്ദി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് മാ ദിസ്. ഹിന്ദി മാ ഹിന്ദി ഇന്ത്യ ഫിക്ര. മാ ആ ഫിക്ര. മാ ഇന്ദി ഐ ഫിക്ര, മാ ഐ ഇന്ദി ഐ ഫിക്ര എനി അൻ ഐഡിയ ഹാദ. ഒന്നല്ലേ. എനി ഐഡിയ, മാ ഇന്ദി ഐ ഫിക്ര അൻ ഹാദ അല്ലേ, അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലാന്ന്, മാ ഇന്ദി ഐ ഫിക്ര അൻ ഹാദ അല്ലെങ്കിൽ അൻ ഹാദൽ മൗളു, ആ വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവിടെയാണ് ഫിക്ര നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഖല്ലീനി അഷ്റഹ് ലക് ഫിക്ര അല്ലേ, മനസ്സിലാവുണ്ടോ? യെസ്. ഖല്ലീനി, ലെറ്റ് മീ, ഖല്ലീനി അഷ്റഹ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഓക്കെ, ഇനി എന്താണ് ഇപ്പോൾ ലെറ്റ് മീ ഗോ എന്ന് എങ്ങനെ പറയാ? ഖല്ലീനി ആ الروح. റോഹ് അല്ലെങ്കിൽ അത്ല, ഖല്ലീനി അത്ല അല്ലേ. അത്ല. ഞാൻ ലെറ്റ് മീ ഗോ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. ഇനി ലെറ്റ് മീ ഫിനിഷ് ദ വർക്ക് അല്ലേ, ഞാനൊന്ന് ജോലി മീൻസ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നല്ല രീതിയിലും പറയാം, ദേഷ്യപ്പെട്ടും പറയാം അല്ലേ. മക്കളോടൊക്കെ നമ്മൾ പറയും ദേഷ്യപ്പെട്ട്, എന്ത് എൻ്റെ പണിയൊന്ന് തീരട്ടെ അങ്ങോട്ട് ഞാൻ വരാമെന്ന് പറയാറുണ്ട് അല്ലേ, നമ്മളൊക്കെ പറയാറില്ലേ. അപ്പം അങ്ങനെ പറയും. അപ്പോൾ ഒരാൾ ഷംന ട്രൈ ചെയ്യൂ ഫസ്റ്റ്, ലെറ്റ് മീ ഫിനിഷ് വർക്ക്. let me. خليني ആ خلاص الشغل. സോ ഐ ആണ് അല്ലേ. അപ്പോൾ ഐ ഫിനിഷ് അഖല്ലസ് എന്ന് പറയാം. സോ ഖല്ലീനി അഖല്ലസ് അല്ലെങ്കിൽ ഖല്ലസ് അഷ്ഉൽ അല്ലേ. എന്നിട്ട് ദെൻ ഐ വിൽ കം. بعدين أنا آجي. ആജി അല്ലെങ്കിൽ ബാജി എന്ന് പറയാം അല്ലേ. സോ I ഖല്ലീനി will come. I will. ഫ്യൂച്ചർ ആവുമ്പോൾ ഇനി കുഴപ്പമില്ല, ബാധ എന്ന് പറഞ്ഞുകൊണ്ട് ആജി എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്നല്ലേ, ദെൻ എന്ന് വരുമ്പം ആജി തന്നെ ഫ്യൂച്ചറിലേക്ക് പോകും. സോ ഖല്ലീനി ഖല്ലസ് അഷ്ഉൽ ബാദൈൻ ബജീലക് അല്ലേ, എന്നിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. ഓക്കെ, ഇനി ഉഖ്ത ഷഹല അടുത്ത് പറയൂ. ലെറ്റ് ഹിം സ്ലീപ്പ് അല്ലെ, അവൻ ഉറങ്ങി. നമ്മൾ പറയുന്നത് ഹസ്ബൻഡ് അല്ലേ, ഉറങ്ങാൻ പോകുമ്പോൾ മക്കൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് വാപ്പ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ ലെറ്റ് ഹിം സ്ലീപ്പ്. അപ്പം എങ്ങനെ പറയും? ഖല്ലീഹി യനാം. യനാം എന്താണ്, ഹി ഈസ് ടയേർഡ് ഫ്രം വർക്ക്. He is tired from work. تعبان. ഉഖ്ത ഷഹല കംപ്ലീറ്റ് ചെയ്യൂ. ഹി ഈസ് ടയേർഡ്. താബാൻ. താബാൻ മിൻ ഷുഗുൽ. ഇതിൽ നോക്കി പറയാൻ പറ്റൂല കേട്ടോ, നെക്സ്റ്റ് ടൈം. ഓക്കെ, ഹി ഈസ് ടയേർഡ് മീൻ ഫ്രം വർക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ വർക്ക്. സോ എന്താണ്, ഖല്ലി യനാം അല്ലേ. അവനായതുകൊണ്ടാണ് യനാം. ഹുവയാകുമ്പോൾ നമ്മൾ യാ അല്ലേ വെച്ച് പറയാ, സബ്ജക്റ്റ് ഹുവയാകുമ്പോൾ. സോ ഖല്ലി യനാം എന്താണ്, ഹുവ താബാൻ
ബാദ ഷുഗൽ അല്ലേ, ജോലിക്ക് ശേഷം ബാപ്പ താബ അല്ലെ, ബാബ താബാൻ ബാദ ഷുഗൽ അല്ലേ. അല്ലെങ്കിൽ ഖല്ലി ബാപ്പ യനാം എന്ന് പറയാം അല്ലേ. ഖല്ലി അബൂക്ക്, ലെറ്റ് യുവർ ഫാദർ, ഖല്ലി അബൂക്ക് യനാം. ഖല്ലി ഹു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവൻ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഉഖ്ത് ഷെറിൽ പറയൂ എന്താണ് നെക്സ്റ്റ്. യെസ്, ലെറ്റ് ഹിം ട്രൈ ബൈ ഹിംസെൽഫ്. ട്രൈന് നമ്മൾ 2 വേർബ്സ് പഠിച്ചു, എന്തൊക്കെയാണെന്ന് പറയൂ ഉഖ്ത് ഷെറിൽ. ഇതില് ലെറ്റും മാത്രം ഞാൻ പറഞ്ഞുതരാം. ഹല്ലി ആ ഹല്ലി അല്ലേ, ട്രൈക്ക് നമ്മൾ 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? എനിക്കറിയാം. പറയൂ. പറഞ്ഞു തെറ്റിയാലോ. ട്രൈ എന്നതിന്റെ വേർബ് ജെറിബാണ്. പിന്നെ വേറൊന്നും പഠിച്ചു. പിന്നെ അഹാവിലോ. ഹാവിൽ എന്ന് പറഞ്ഞാൽ ഐ ട്രൈ, ഹാവിൽ അല്ലേ. സോ ജെറിബ് അഹാവിൽ എന്ന് പറയുമ്പോൾ ഐ ട്രൈ എന്നാവും. സോ ലെറ്റ് ഹിം ട്രൈ. അപ്പോൾ നുഖ്ത് ഷെറിൽ പറയൂ ഹിം ആണ്, അവരാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഹാവിൽ എന്താവും, ജെറിബ് എന്താവും? യഹാവിൽ. യഹാവിൽ അല്ലേ. സോ ഖല്ലി യഹാവിൽ ബൈ ഹിംസെൽഫ് അല്ലേ. എങ്ങനെ പറയാം നമ്മൾ? ബിനഫ്സുഹു ആണ് അല്ലേ. ബിനഫ്സി ബൈ മൈസെൽഫ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. സോ ബൈ ഹിംസെൽഫ് ആകുമ്പോൾ ബിനഫ്സഹ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ. ഹോംവർക്ക് അവൻ തന്നെ ട്രൈ ചെയ്യട്ടെ അല്ലേ. സോ ഖല്ലി ജെറിബ് ബിനഫ്സഹ്, ഒറ്റക്ക് അവൻ തന്നെ ട്രൈ ചെയ്യട്ടെ. മനസ്സിലാവുണ്ടോ? ട്രൈന്റെ വാക്ക് എന്തേലും പറഞ്ഞു തരുമോ? ജെറിബ് അല്ലെങ്കിൽ ഹാവില്. ഹാവിൽ അല്ലേ. ഹാവിൽ അല്ലെങ്കിൽ കോമൺലി ഏതാ യൂസ് ചെയ്യാ? രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ജെറിബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ ഡ്രസ്സ് ട്രൈ ചെയ്യേ പിന്നെ ഇതെന്നൊക്കെ. പിന്നെ ഹാവിൽ എന്നുള്ളത് നമ്മൾ ഇപ്പൊ പഠിക്കാനും പിന്നെ റിവൈസ് ചെയ്യേ, നിങ്ങളൊന്ന് ട്രൈ ഇപ്പൊ ഈ സെന്റൻസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുള്ളതിനൊക്കെ ഹാവിൽ എന്ന് പറയാൻ എനിക്ക് നിങ്ങളോട്. പക്ഷെ രണ്ടും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഒന്നും നമുക്ക് പറയാം. ഓക്കെ, സോ ജെറിബ് ഹാദ സുആൽ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, സോ എന്താണ്? ഖല്ലി യുജറിബ് ബിനഫ്സഹ്, ഒറ്റക്ക് അവൻ തന്നെ ട്രൈ ചെയ്യട്ടെ. ഇനി അടുത്തത് ഉഖ്ത് ഷംന പറയൂ എന്താണ്? ലെറ്റ് ഹർ ഫിനിഷ് ഹർ ടോക്ക്. ലെറ്റ് ഹർ, ഖല്ലിഹ അവളാണ് ഫിനിഷ് ചെയ്യണത്. അപ്പം അതന്നെ ഹിയ ആകുമ്പം തുഖല്ലസ് അല്ലേ. തുഖല്ലസ് എന്താണ്? സംസാരം. കുറെ നേരമായി സംസാരിക്കണില്ലേ, ഗിർ 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 എന്ന് അവര് പറയാ. ഓക്കെ, ലേശന്ത ഗിർ ഗിർ ഗിർ. അപ്പൊ അതൊന്ന് നിർത്താന്. സോ കലാമഹ അല്ലെ, കലാം സംസാരം, കലാമഹ അവളെ സംസാരം. സോ ഖല്ലിഹ തുകമ്മിൽ കലാമഹ, ലെറ്റ് ഹർ ഫിനിഷ് ഹർ ടോക്ക് ഫസ്റ്റ്. അവൽ കലാം ടോക്ക്. സോ ഖല്ലിഹ തുകമ്മിൽ കലാമഹ അല്ലെ. കമ്മിൽ എന്നും പറയും. കമ്മിലും എന്താണ്? ഖല്ലസ് പോലെയാണ്. ഓക്കെ, അന കമ്മിൽ തു മാജിസ്ട്രേറ്റ്, ഞാൻ എന്തായി? PG പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവിടെയൊക്കെ നമ്മൾ കമ്മിൽത്ത് എന്ന് പറയാം. ഓക്കെ, സോ കമ്മിലും ഉണ്ട് ഖല്ലസും ഉണ്ട്, രണ്ടും കംപ്ലീറ്റ് തന്നെയാണ്. സോ ഖല്ലിഹ തുഖല്ലിസ് കലാമഹ, ലെറ്റ് ഹർ ഫിനിഷ് ഹർ ടോക്ക്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഖല്ലിഹ. ഓക്കെ, നെക്സ്റ്റ് ഉഖ്ത് ഷഹില പറയൂ. ലെറ്റ് ഹർ സ്റ്റഡി അറ്റ് ഹർ ഓൺ പേസ് അല്ലേ. അവളെ ഇഷ്ടത്തിനനുസരിച്ച്, അവളെ സുഖത്തിനനുസരിച്ച് അവൾ പഠിക്കട്ടെ. അപ്പൊ അറിയുന്നത് പറഞ്ഞാൽ മതി. സോ ലെറ്റ് ഹർ സ്റ്റഡി എങ്ങനെ പറയും ഉഖ്ത് ഷഹില? ഖല്ലിഹ ദറസ, അപ്പം ഷീ ആണ് സ്റ്റഡി ചെയ്യണം. അപ്പൊ തദ്റുസ്. സോ ഖല്ലിഹ തദ്റുസ് അലാ റാഹത്തിഹ എന്നാ പറയാ അല്ലേ. അവളെ ഇഷ്ടത്തിനനുസരിച്ച് എന്നുള്ളതിന് അല്ലേ, അങ്ങനെയാണ് പറയാ. നമ്മൾ റാഹ് റെസ്റ്റ് എന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ അവളെ ഇഷ്ടം അല്ലേ, അതിന്റെ റാഹ് അനുസരിച്ച് എന്നുള്ള രീതിയിൽ. റാഹ് എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. അപ്പൊ ഇത് പറയുമ്പോ നമുക്ക് മനസ്സിലാവും അലാ റാഹത്തിഹ അല്ലേ, അവളെ ഇഷ്ടത്തിനനുസരിച്ച്. അതെ, സമാധാനായി. അതന്നെ അത് അവളെ ഇഷ്ടത്തിന് അല്ലേ, അവളെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ പഠിക്കട്ടെ. സോ ഖല്ലിഹ തദ്റുസ് അലാ റാഹത്തിഹ. ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. നിങ്ങളെ എക്സാമ്പിൾസ് ഒക്കെ തരുന്നത് സാധാരണ നമ്മളൊക്കെ എല്ലാവരും പറയുന്ന, അവർ അറബ്സ് ആയാലൊക്കെ പറയുന്നതാണ്. ഇനി ഖല്ലീഖ് എന്ന് പറഞ്ഞാൽ ലെറ്റ് യു ആണ് അല്ലേ. സോ സ്റ്റേ വിത്ത് മീ അല്ലേ, എന്താണ്? എൻ്റെ കൂടെ നിൽക്ക് അല്ലേ. യു സ്റ്റേ വിത്ത് മീ എന്താണ്? അണ്ടിൽ വി അറൈവ്. സോ നമ്മൾ അതിനൊക്കെ ഇപ്പൊ എൻ്റെ കൂടെ നിൽക്ക്, ഖല്ലീഖ്
മായി എന്ന് പറയും അല്ലേ. ഇവിടെ നിൽക്ക് വിത്ത് മീ, എൻ്റെ കൂടെ നിൽക്ക് എന്നതിനൊക്കെ ജസ്റ്റ് നമ്മൾ ഹല്ലീഖ് മായി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ജസ്റ്റ് ഹല്ലീഖ് മായി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നിൽക്ക്, എൻ്റെ കൂടെ നിൽക്ക് എന്ന രീതി. അപ്പം ഹല്ലി എന്നുള്ളത് ലെറ്റ് എന്നുള്ള അർത്ഥം മാത്രമല്ല, സ്റ്റേ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. ഓക്കെ, ഹല്ലീഖ് ഹിനാക്ക് അല്ലേ, ഇവിടെ നിൽക്ക്, ഹല്ലി ഹിനാക്ക് എന്നൊക്കെ പറയാം നമുക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിന്നോ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെയാണ് എന്ത് ഹല്ലീഖ് മായി, മായി എന്നാണ് ഹല്ലി മായി അല്ലേ. എന്താണ് അണ്ടിൽ വി അറൈവ്, നമ്മൾ എത്തുന്നത് വരെ. സോ അണ്ടിൽ എന്നതിന് നമുക്ക് ലെയിൻ എന്ന് ഉപയോഗിക്കാം. ലെയിൻ ഹത്താന്ന് ഉപയോഗിക്കൂലേ? ഹത്ത വരെ ഉപയോഗിക്കാം. സോ ഹത്ത എന്താണ് നോ വസൽ അല്ലേ, വസലയാണ് എത്തി, ഔസലാണ് ഐ റീച്ച്. അപ്പോൾ വി റീച്ച് ആവുമ്പോൾ നൗസൽ. നൗസൽ അല്ലെങ്കിൽ നൗസൽ. ഓക്കെ, സോ ഹല്ലി ഹല്ലീക്ക്, ഈ എൻ്റെ ഇവിടെ ഒരു വരുന്നവരെ എൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് ഹല്ലീക്ക് മായി. ലെയിൻ അല്ലെങ്കിൽ ഹത്ത നോസൽ അല്ലേ, അവരെത്തുന്നത് വരെ നീ എൻ്റെ കൂടെ ഹല്ലീക്ക് മായി, എൻ്റെ കൂടെ നിൽക്ക്. ഇനി സ്റ്റേ കാം അല്ലേ, ഹല്ലീക്ക് ഹാദി, നമ്മൾ പഠിച്ചല്ലേ ഹാദിയും ഹാദിയൊക്കെ അല്ലേ. സോ ഹല്ലീക്ക് ഹാദി അല്ലേ. പിന്നെന്താണ് ആൻഡ് ഡോണ്ട് ഗെറ്റ് ആംഗ്രി. ഇപ്പം ആംഗ്രിക്ക് നമ്മൾ എന്താ പഠിച്ചത്, ഓർമ്മയുണ്ടോ? ലാ എന്താണ് ലാ തഅസബ് അല്ലേ, തഅസബ് എന്താണ് ലാ തഅസബ് അല്ലേ, ആംഗ്രി ആവണ്ട. ജഹ്ലാന്നും പറയില്ലേ? ആ ജഹലാൻ പറയാം, നമ്മൾ പഠിച്ചത്. പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അസബ് കേട്ടോ. സോ ഹല്ലീഖ് ഹാദി. സോ സ്റ്റേ, ലെറ്റ് മീ സ്റ്റേ കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഹല്ലി പറയാം. ഇനി ലെറ്റ് അസ് അല്ലേ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഹല്ലീന നറൂഹ് ആ ഗോ ഫോർ എ വോക്ക്. വോക്ക് എന്ന് പറയുമ്പോൾ ഇംഷി അല്ല, അപ്പം അംഷി. നമ്മളാണ്. സോ നം നംഷി അല്ലേ, നംഷി. ഓക്കെ, അത് പറഞ്ഞാൽ മതി, നംഷി എന്ന് പറഞ്ഞാൽ മതി. ഹല്ലീന ഓക്കെ, ബിറ്റ് ഷോയ്. ഓക്കെ, ഷോയ് പറഞ്ഞാൽ കുറച്ച് അല്ലേ, ആ ഒരു രീതിയിൽ. സോ ഹല്ലീന. ഇനി ലെറ്റ്സ് ട്രൈ എ ന്യൂ റെസ്റ്റോറൻറ്റ്, നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ. ലെറ്റ്സ് ട്രൈ, സോ എങ്ങനെ പറയും? ഹല്ലീന ആ മത്തം ജദീദ്. യെസ്, ഹല്ലീന അല്ലെ ഹൽന എന്ന് പറയട്ടോ. ഹൽന നുജരിബ് മത്അം ജദീദ്, ലെറ്റ്സ് ട്രൈ ഹൽന നുജരിബ്. അപ്പോൾ കണ്ടോ, നുജരിബ് അവിടെയൊക്കെ ജരിബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഹൽന നുജരിബ് മത്അം ജദീദ്. ഇനി ലെറ്റ് ദം പ്ലേ ഔട്ട്സൈഡ്, അവർ പുറത്ത് കളിച്ചോട്ടെ, നമ്മൾ പറയില്ലേ, അവർ പുറത്ത് കളിച്ചോട്ടെ. സോ ലെറ്റ് ദം ഖല്ലീഹും ഇല്ലേ, ഖല്ലീഹും ആണ്. ഹും ആകുമ്പോൾ പ്ലേ എന്നത് എന്താവും? യൽഅബൂൻ. യൽഅബൂൻ. സോ ഖല്ലീഹും യൽഅബൂൻ ബറ അല്ലേ, ഖല്ലീഹും യൽഅബൂൻ. അപ്പം അതിനനുസരിച്ചൊക്കെ വേർബ് ചേഞ്ച് ചെയ്യും കേട്ടോ. ലെറ്റ് ദം ഖല്ലീഹും യൽഅബൂൻ, ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ, അവർ പുറത്ത് കളിച്ചോട്ടെ അല്ലേ. സോ ഖല്ലീഹും യൽഅബൂൻ, ഈ ജസ്റ്റ് ഈ വേർഡ് പഠിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും ഖല്ലീഹും ഉണ്ടാവുമ്പോൾ വേർബിനുള്ള ചേഞ്ച് എന്താ വരുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. ഖല്ലീഹും യൽഅബൂൻ ബറ. ഇനി ലെറ്റ് ദം കം ലേറ്റർ അല്ലേ, ഇന്ന് എനിക്ക് സമയമില്ല അല്ലേ, എന്താണ്? സോ ഐ ഡോണ്ട് ഹാവ് ടൈം നൗ, ലെറ്റ് ദം കം ലേറ്റർ. സോ പറയൂ, ഈജി എങ്ങനെ മാറും? ആ മാ ഇന്ദി വക്തൽ ഹീൻ, മാ ഇന്ദി വക്തൽ യോം അല്ലേ. അപ്പം ഖല്ലീഹും ഈജൂൻ അല്ലേ, ഈജൂൻ ആണ് അല്ലേ, ഓർമ്മയുണ്ടോ? ഹുവ ഈജി ആണ്, ഈജൂൻ ആണ്. സോ ഖല്ലീഹും ഈജൂൻ ബഅദീൻ. മനസ്സിലാവുണ്ടോ? പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, നന്നായി പ്രാക്ടീസ്. ഹല്ലി എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹല്ലി. ഖൽനാ നുറൂഹ്, പോവല്ലേ, ലെറ്റ്സ് ഗോ, ഖൽനാ നുറൂഹ് അല്ലേ. അത് കേൾക്കലുണ്ട് ആക്ച്വലി. ഉണ്ട് അല്ലേ, അതാണ് ആ ലെറ്റ് ആണ് അത് കേട്ടോ. ഖൽനാ നുറൂഹ് ലെറ്റ്സ് ഗോ, യല്ലാ ഖൽനാ നുറൂഹ് എന്നൊക്കെ പറയും അല്ലേ. ഖൽനാ നുറൂഹ്, ഖല്ലീനി ജരിബ്, ലെറ്റ് മീ ട്രൈ അല്ലേ, ഖല്ലീനി ജരിബ് ഹാദ, ലെറ്റ് മീ ട്രൈ. അപ്പോൾ ഖല്ലീനി ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇനി ഖല്ലി ഞാൻ പറഞ്ഞു, ലെറ്റ് എന്നല്ലാതെ കുറച്ച് ഫ്രേസസ് പോലെ ഖല്ലി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. ഒന്ന് ഖല്ലി അൻക്, ഖല്ലി അൻക് എന്ന് പറഞ്ഞാൽ എന്താ, അത് മറന്നാളാ, സാരല്ല, ഒഴിവാക്കിയാളാന്നൊക്കെ പറയില്ല നമ്മൾ, അതാണ് ഖല്ലി അൻക്. എന്താണ് അല്ലേ. ഇനി എന്താണ്, ആ നമ്മൾ പറയാം ആ സംസാരിയത് മറന്നാളെ, കുറേ ഓരെന്തൊക്കെയാ പറഞ്ഞിരുന്നു, അതൊക്കെ ഈ ഫോഗറ്റ് ചെയ്യണം. അപ്പോൾ ഖല്ലി അൻക് അൽ കലാം ഫാളി അല്ലേ, ആവശ്യമില്ലാത്ത സംസാരം, കലാം ഫാളി അല്ലേ, അതാണ് പറയാ നോൺസെൻസ് ടോക്ക് എന്നൊക്കെ ഉള്ളതിന്. സോ ഖല്ലി അൻക്, ഇത് വിട്ട് കളഞ്ഞാളാ, മറന്നാളാ
അല്ലേ? അതാണ് ഖല്ലി അൻക് എന്നുള്ള യൂസേജ്. ഇനി ഖല്ലി ബാലക് എന്ന് പറഞ്ഞാൽ ബി കെയർഫുൾ എന്നാണ്. ഖല്ലി ബാലക് എന്താണ്? ദീർ ബാലക് എന്ന് പറയും. എന്താണ്? ശ്രദ്ധിക്ക് ടേക്ക് കെയർ എന്നത്. ഇൻതബിഹ് അല്ലെങ്കിൽ ദീർ ബാലക് എന്നൊക്കെ പറയും, ടേക്ക് കെയർ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഖല്ലി ബാലക് എന്ന് പറയും. മക്കളൊക്കെ കളിക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അറിയില്ലേ? അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഖല്ലി ബാലക്. ഓക്കെ. അതുപോലെ തന്നെ ദീർ ബാലക് എന്നും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇൻതബിഹ് ലഹും എന്നും യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ ടേക്ക് കെയർ, ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. നിസി ഖല്ലി ബാലക് മിനത്വരീഖ്, അല്ലെ? റോഡിൽ കെയർഫുൾ ആവണം, അല്ലെ? ഖല്ലി ബാലക്. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യും. ഇനി ലീവ് ഇറ്റ് ഖല്ലിഹ അലല്ലാഹ്, അല്ലേ? അത് ഒഴിവാക്കിയാളാ. ഖല്ലിഹ, അതിനെ നീ ഒഴിവാക്കിയാളാ. ഓക്കെ. ഖല്ലിഹ ഡോൺ വെറി എന്നുള്ള രീതിയിലും പറയും. ഖല്ലിഹ അലല്ലാഹ്, സാരല്ല ഒക്കെ പോട്ടെ എന്നൊക്കെ പറയില്ലേ? അതാണ് ഖല്ലിഹ അലല്ലാഹ്. ഇനി എന്താണ്? ഇപ്പം അതിനൊരു സൊല്യൂഷൻ ഇല്ല. ദർ ഈസ് നോ സൊല്യൂഷൻ. സോ ഹൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ്, അല്ലേ? ഹല്ല് പഠിച്ചു. പിന്നെ ഹൽ എന്ന് പറയുമ്പോൾ എന്താണ്? സൊല്യൂഷൻ ആണ്. ഓക്കെ. സോ മാ ഫി ഹൽ അൽഹീൻ, ഇപ്പം അതിനൊരു സൊല്യൂഷനും ഇല്ല. ഖല്ലിഹ അലല്ലാഹ്, ലീവ് ഇറ്റ് ടു ഗോഡ്, അല്ലേ? ഇപ്പം എന്ത് പറഞ്ഞിട്ടോ കാര്യം. ഇപ്പം അതിന് മാഫി ഹൽ അൽഹീൻ, അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ ഇല്ല. എന്താ പറയാ? ലീവ് ഇറ്റ് ടു ഗോഡ് എന്നതിന്, ലെറ്റ് ഇറ്റ് ബി എന്നതിന് നമ്മൾ എന്ത് പറയണം? ഖല്ലിഹ 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 അല്ലെങ്കിൽ ഖല്ലിഹ അലല്ലാഹ്, അല്ലേ? ഇനി ലീവ് ഇറ്റ് ഫോർ ലേറ്റർ, പിന്നീട് ചെയ്യാം. അതാണ് ഖല്ലിഹ ബഅദീൻ, ബാദൈൻ. ഖല്ലിഹ ലി ബഅദീൻ, പിന്നീടാക്കാം. ഓക്കെ. ലെറ്റ് ഇറ്റ് ബി ലേറ്റർ. സോ ഖല്ലിഹ. അപ്പോൾ അത് ഒഴിവാക്കുക എന്നതിനൊക്കെ നമുക്ക് ഖല്ലി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഖല്ലിഹ, ആ ഹ എന്ന് പറയുന്നത് അതിനെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ. ആ വിഷയം, ആ കാര്യമൊക്കെ ഖല്ലിഹ അതിനെ. സോ ഖല്ലിഹ ലിബഅദീൻ, പിന്നീടാവട്ടെ. സോ എന്താണ്? ഐ ആം ബിസി നൗ അന മശ്ഗൂല അൽഹീൻ ഖല്ലിഹ ലിബഅദീൻ, നമുക്ക് പിന്നീട് അത് ചെയ്യാം. ഓക്കെ. സോ ഖല്ലി എന്നത് ഒരുപാട് യൂസേജിൽ വരുന്ന സംഭവമാണ്. ഓക്കെ. അതുപോലെ ഒരുപാട് ഫ്രേസസ്, ഇതുപോലെയുള്ള കുറേ ഫ്രേസസും ഉണ്ട് ഖല്ലി വെച്ചിട്ട്. അപ്പം അതിൽ ലെറ്റ് എന്നുള്ള അർത്ഥം മാത്രമല്ല, ലീവ് ഇറ്റ്, അല്ലേ? ഖല്ലിഹ, അല്ലേ? ഖല്ലി വല്യൊക്കെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഒഴിവാക്കുക, പ്രശ്നമല്ല. അതുപോലെ ഖല്ലി അൻക്, മറന്നാളാം. ഖല്ലി അൻക്. ഖല്ലി ബാലക്, ടേക്ക് കെയർ, അല്ലേ? റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ അവർ പറയും ഖല്ലി ബാലക്, ശ്രദ്ധിക്കുക എന്ന രീതിയിൽ. ക്ലിയർ ആണോ? യെസ്.